ഹായ് ഹലോ നമസ്കാരം. വെൽക്കം ടു എംപവേർഡ് ജേർണി വിത്ത് പി കെ. ഇന്ന് ഞാൻ കുറച്ച് ഹാപ്പിയാണ് ഇന്റർവ്യൂ എടുക്കാൻ പോകുന്ന ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ. കാരണം വെച്ചാൽ ഒന്ന് വാം ഓഫ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഫൗണ്ടറാണ്. പിന്നെ അതുകൂടാതെ തന്നെ സെക്യൂരിക്ക എന്നാണ് നമ്മളുടെ ഫൗണ്ടറുടെ പേര്. ആ, ഇതൊന്നും അല്ലാത്തൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ സെക്യൂരിക്ക ചെറിയൊരു പ്രൊഡ്യൂസർ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ സിനിമയായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യം സംസാരിക്കാനുണ്ടാവും ഇന്നത്തെ ഇന്റർവ്യൂവിൽ. സോ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ്. അതിന് നമുക്ക് ഇക്കനെ വെൽക്കം ചെയ്യാം. വെൽക്കം ടു എംപവേർഡ് ജേർണി വിത്ത് പി കെ. ഇക്ക ഇക്ക സംഭവം ബിസിനസ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ സുഖം, പക്ഷെ ഇന്റർവ്യൂ ഇരിക്കുമ്പോൾ കുറച്ച് കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇല്ലേ? രണ്ട് ലൈറ്റും സാധനങ്ങളൊക്കെ കത്തി കഴിയുമ്പോൾ വേറെ ഫീൽ ആണല്ലോ. ഇക്ക നമുക്ക് ആദ്യം നമ്മൾ കോഴിക്കോടിനെ കുറിച്ചും ഒക്കെ വളർന്നു വന്ന രീതികളെ കുറിച്ചൊക്കെ സംസാരിച്ച് നമുക്ക് ബിസിനസ്സിലേക്ക് പോവാം. എവിടെയായിരുന്നു കോഴിക്കോട്? എവിടെ പ്രോപ്പർ സ്ഥലം എവിടെയാണ്? കോഴിക്കോട് ഇപ്പൊ താമസിക്കുന്നത് ചെറുവണ്ണൂര്. നമ്മളെ തറവാട് എന്ന് പറഞ്ഞാല് മീഞ്ചന്തര ബൈപ്പാസ്. പിന്നെ ഇപ്പന്റെ വീട് മാത്തോട്ടം. അമ്മന്റെ വീട് വെള്ളയില്. അപ്പം ഇക്ക പഠനമൊക്കെ എവിടെയായിരുന്നു പഠിച്ചതൊക്കെ? ഞാൻ ഫസ്റ്റ് സെന്റ് ആന്റണീസ് എന്ന് പറഞ്ഞ സ്കൂളിൽ, ഓക്കെ, 7th വരെ. പിന്നെ 10th വരെ ഹിമായത്ത് പഠിക്കുന്നുണ്ട്. പ്ലസ് ടു പഠിക്കുക. അപ്പൊ വേറെ ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ? അടിപൊളി. അപ്പൊ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനിലാണ് ഒരു ചാൻസ് കിട്ടിയപ്പോ. അപ്പം ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഇപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് വരാനുള്ള തുടക്കം? ഏത് ബിസിനസ് ആയിരുന്നു ആദ്യം ചെയ്തത്? ആദ്യം ചെയ്ത ബിസിനസ് ഈ മുസ്ലിം ഈ ഷാളൊക്കെ അല്ലേ, എന്നൊക്കെ പറയും. അതാണ് ആദ്യം ചെയ്തത്, സ്വന്തമായിട്ട് ചെയ്തത്. അതിനുശേഷമാണ് പിന്നെ അതിന്റെ ഒരു ഗാർമെന്റ്സ് പറഞ്ഞാല് ഈ ലേഡീസ് ഡ്രസ് ഉണ്ട്. പണ്ടൊക്കെ ഇവിടെ കുറെ ഉണ്ടായിരുന്നു കോഴിക്കോട്. ഇത് പിന്നെ നമ്മൾ തന്നെ ടോപ്പ് ചുരിദാറൊക്കെ തയ്ച്ചിട്ട് യൂണിറ്റ് ഉണ്ടാവും. എന്നിട്ട് മലപ്പുറം തലശ്ശേരി ആ റൂട്ടിലൊക്കെ ഷോപ്പുകളിൽ സപ്ലൈ ചെയ്യാം. നമ്മൾ തന്നെ പ്രൊഡക്ഷൻ ആയിരിക്കും. അപ്പൊ അത് കുറവാണ്. ഇപ്പൊ ട്രേഡിങ് ആയി. ഇപ്പൊ ബോംബെ, ജയ്പൂര് അവിടെ സാധനങ്ങൾ എടുത്തിട്ട് ഇപ്പൊ നമ്മള് കോഴിക്കോട് ഹോൾസെയിൽ ഷോപ്പായി. അപ്പൊ കോഴിക്കോട് മാത്രമാണ് കൂടുതൽ? കേരളത്തിൽ എല്ലാ സ്ഥലത്തും ചെയ്യുന്നുണ്ടോ അതിന്? കോഴിക്കോടും മലപ്പുറം മെയിൻ ആയിട്ടുള്ളത്. പിന്നെ കണ്ണൂർ തലശ്ശേരി, പിന്നെ എറണാകുളത്ത് കുറച്ച് പാർട്ടി, ട്രിവാൻഡ്രം, ഒരുവിധം കേരളത്തിൽ മെയിൻ മലബാർ ഏരിയ. പിന്നെ തിരുപ്പൂര് അവിടെ നിന്നൊക്കെ പുറത്തുനിന്നൊക്കെ വരും എടുക്ക്. ഈ കോസ്റ്റ്യൂംസ് ഡ്രസ് അല്ലാതെ വേറെ എന്തായിരുന്നു നമ്മൾ ചെയ്യുന്നത്? ഞാൻ പല ബിസിനസ് ചെയ്തിരിക്കുന്നു. എല്ലാ സമയത്തും. എന്തുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വരാനുള്ള കാരണം? ബിസിനസ് ആണല്ലോ നമുക്ക് ഈസി വരുമാനം ഉണ്ടാക്കാനുള്ള. മറ്റേത് നമ്മൾ ഒരാളെ കീഴിൽ പണിയെടുക്കുന്നത് ഇഷ്ടമല്ല പോലെ. അങ്ങനെയല്ല, പിന്നെ നമുക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും സാഹചര്യങ്ങളൊക്കെ പണ്ട് മോശമായിരുന്നു. അതിനെക്കൊണ്ട് പെട്ടെന്ന് ജോലിയിൽ പ്രവേശിക്കലാണ്. പഠിക്കാത്തതുകൊണ്ട് നമുക്ക് ഓഫീസ് വർക്ക്, അങ്ങനത്തെ ജോബ്, ഗവൺമെന്റ് ജോലിയൊന്നും കിട്ടൂലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ വർക്ക് ചെയ്യുക. അങ്ങനെ ഇതേമാതിരി ഒരു ഗാർമെന്റ്സ് ഹോൾസെയിൽ ഷോപ്പിൽ വർക്ക് ചെയ്ത് ഫീൽഡിൽ പോണ വർക്കായിട്ട് അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത്. ബിസിനസ് ചെയ്താൽ ഇത് ഞാൻ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ ഫയർ കിട്ടുന്നത്. അതെ. അങ്ങനെ അതിന്റെ കൂടെ മെല്ലെ ഇത് ഒരു മഫ്തുണ്ടല്ലോ ഷാളിന്റെ, അതിന്റെ ബിസിനസ് തുടങ്ങി. വീട്ടിൽ നിന്ന് തന്നെ ഉമ്മ അങ്ങനെ അയൽവാസികളൊക്കെ തയ്ച്ച് അങ്ങനെ ഡെവലപ്പ് ആയി. അപ്പൊ ഉമ്മയുടെ സപ്പോർട്ട് ചെറുപ്പത്തിൽ ഭയങ്കര സപ്പോർട്ട്. അപ്പൊ ഉമ്മേനെ പറ്റി പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് പറഞ്ഞത്. അപ്പൊ ഉമ്മ വളരെ ഒരു സപ്പോർട്ടായിട്ടില്ലേ? ഉമ്മ നമ്മളെ ഫാമിലി എല്ലാവരും ശരിയല്ലേ, എല്ലാ കാര്യത്തിലും സപ്പോർട്ടാണ്. അല്ല, ഈ ബിസിനസ്സിൽ വരുന്ന ഫാമിലി ഒക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു? വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച്? ഇപ്പോൾ നിലവിൽ നമ്മളെ ഓഫീസിലും സ്ഥാപനങ്ങളായിട്ട് എത്ര ആൾക്കാർ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്രോക്സിമേറ്റ്? ഇപ്പൊ ഒരു 5-6. നമ്മളെ ഇപ്പൊ ഈ മാമ എന്ന് പറഞ്ഞ ഒരു ഷോപ്പില് 5-6 ആള് സ്റ്റാഫ് വർക്ക് ചെയ്യുന്നു. പിന്നെ ഷാളിൻ്റെതുണ്ട്, അതിലൊരു 4-5 ആള്. 10-12 പേരോളം വർക്ക് ചെയ്യുന്ന ജെൻസിന്റെ ഈ സെഞ്ചുറി കോംപ്ലക്സ് ഉണ്ടല്ലോ, അവിടെ ഒരു ജെൻസിന്റെ ഉണ്ട്. വർക്ക് ചെയ്യുന്നു. എന്തായാലും ഒരു 10-12 പേര് ആൾക്കാർക്കുള്ള ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അല്ല, ഓരോ ഫാമിലി ശരിക്കും പറഞ്ഞാൽ ഓരോ ഫാമിലിയോടെയാണ് നോക്കുന്നത്. ഫാമിലിക്കുള്ളൊരു ഇതാണല്ലോ, സപ്പോർട്ടാണല്ലോ ചെയ്യുന്നത്. പലയിടത്തും ജോലി കിട്ടുക എന്നുള്ളതൊക്കെ വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ടൈമാണല്ലോ. അപ്പോൾ എനിക്ക് ചോദിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോൾ ഈ ബിസിനസ്സിന്റെ അകത്തുനിന്ന് എങ്ങനെയാണ് നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ ഇതിലേക്ക് പ്രൊഡ്യൂസറായിട്ട് മാറുന്നതും? ഇതിപ്പോ നമ്മളൊരു നല്ലൊരു സിനിമ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട് അല്ലെ? അതിന്റെ വിശേഷങ്ങളും അതിലേക്ക് എത്തിപ്പെട്ട വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. സിനിമ എന്ന് പറഞ്ഞാല്, സിനിമ ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. ഞാൻ പണ്ടേ എല്ലാ സിനിമകളും കാണും, മലയാളം, ഹിന്ദി, തമിഴ്. അങ്ങനെ സിനിമയില് അഭിനയിക്കണം എന്നാണ് എന്റെ ശരിക്കും.
തീർച്ചയായിട്ടും വലിയൊരു നടനാവട്ടെ. ആ, ഞാൻ കോഴിക്കോട് നിന്ന് ഡേറ്റ് കിട്ടാത്തൊരു നടനെ മാറട്ടെ. എങ്ങനെ ആവട്ടെ. തീർച്ചയായിട്ടും ഞാൻ വരും. പൊന്നാവട്ടെ. ഞാൻ ഉറപ്പായിട്ടും ഡേറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് പറയിക്കാം. അപ്പൊ സിനിമയിലേക്ക് വരാം. എങ്ങനെയാണ് ആദ്യം ഈ സിനിമ കാണാൻ തന്നെ ഞാൻ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സിനിമ കാണാൻ തന്നെ. ഏത് ടൈപ്പ് പടവും ഞാൻ കാണും. പിന്നെ മമ്മൂട്ടിന്റെ വലിയൊരു ഫാനാണ്. മമ്മൂട്ടിയാണ് നമ്മളെ പിന്നെ ഭയങ്കര ഫാനാട്ടോ. അതെ, മമ്മൂട്ടിന്റെ പടങ്ങൾ ഒന്നും ഒഴിവാക്കാറില്ല. പണ്ടേ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടം തന്നെ. എല്ലാ പടവും ഇങ്ങനെ കാണും. പിന്നെ സിനിമയോട് അത്രയും ക്രേസ് ആയിരുന്നു. മമ്മൂട്ടിന്റെ ഫോട്ടോകളൊക്കെ ചെറുപ്പത്തിൽ ഓരോ പടത്തിന്റെ ഫോട്ടോകളൊക്കെ കട്ട് ചെയ്ത് ഒരു ബുക്കിലൊക്കെ ഒട്ടിച്ച് വെക്കുക, അങ്ങനെ പടത്തിന്റെ. പിന്നെ പണ്ട് ബാർബർ ഷോപ്പിലൊക്കെ ഉണ്ടാവല്ലോ, ഞാൻ അങ്ങനത്തെ ബുക്കുകളൊക്കെ അതൊക്കെ ഇങ്ങനെ വായിക്കുക. അപ്പൊ അന്നേരം ആഗ്രഹമാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്. നമ്മളിപ്പോ രണ്ടുപേരും മുമ്പ് ഫാൻസാ. അതുപോലെ തന്നെ ഈ പറഞ്ഞ അഭിനയം. അപ്പോൾ അഭിനയത്തിൽ വരികയാണെങ്കിൽ പണ്ട് മുതലേ അഭിനയിച്ചിട്ടുണ്ടായിരുന്നോ? ഷോർട്ട് മൂവീസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു? അഭിനയിക്കുന്ന ആഗ്രഹം ഉണ്ടെങ്കിലും സ്കൂളിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു നാടകം അങ്ങനെ എന്തോ അഭിനയിച്ചിരുന്നു. പിന്നെ ഈ അടുത്ത് ഞാൻ പിന്നെ ഒരു ഷോർട്ട് ഫിലിം അഭിനയിച്ചിരുന്നു കുറച്ച് മുന്നേ. ഒരു ഡീഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു, ഞാൻ മാത്രമുള്ള അതിൽ ഒരു വെള്ളം കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ. അത് നല്ലൊരു അഭിപ്രായമൊക്കെ വന്നപ്പോഴാണ് പിന്നെ വീണ്ടും ഈ സിനിമന്റെ മോഹം വീണ്ടും. ഷോർട്ട് ഫിലിം ആണ് ഞാൻ പ്രൊഡ്യൂസർ ആക്കിയതല്ലേ ഒരു സമയത്ത്. പിന്നെ സിനിമ അങ്ങനത്തെ മൂടൊക്കെ പോയി, ഒരു കച്ചവടം, പിന്നെ നമ്മളെ സ്വന്തം ജീവിതമൊക്കെ അതിന് കുറെ മുന്നോട്ട് പോയി. ഒറ്റ ലൈഫിലുള്ള ആഗ്രഹിച്ചൊക്കെ. പിന്നെ വീണ്ടും പൊടി തട്ടിയെടുത്തത് ആ ഷോർട്ട് ഫിലിമിലൂടെയാണ്. വീണ്ടും അഭിനയിക്കണം എന്നുള്ള ആഗ്രഹവും സിനിമയിലേക്ക് വരണം എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇപ്പൊ നമ്മള് ചെയ്ത പടത്തിൽ ചെറിയൊരു ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ചെറിയൊരു വില്ലൻ, ചെറിയൊരു വലിയ വില്ലൻ നമുക്ക് കാണാൻ പറ്റും. വലിയ വില്ലന്റെ കൂടെ ചെറിയൊരു വില്ലൻ. അപ്പം ഈ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ഞാൻ ഈ പടം ചെയ്യുന്ന മുന്നേ പിന്നെ വേറെ 2 ചെറിയൊരു പടം ചെയ്തിരുന്നു. ഇത് പിന്നെ ആയിഷ വെഡ് ഷമീർ എന്ന് പറഞ്ഞിട്ടൊരു പടം. അത് പിന്നെ കൊറോണയുടെ സമയത്തായിട്ടാണ് OTT റിലീസൊക്കെ കഴിഞ്ഞത്. ചെറിയ പടങ്ങളാണ്, ഒരു പരീക്ഷണ മാതിരി. ഇതെല്ലാന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അതിനുശേഷമാണ് പടത്തിൽ ആരൊക്കെ ആർട്ടിസ്റ്റുകൾ വരുന്നത് നിലവിൽ? ഇതില് യോഗി ബാബു ആണ് ഹീറോ. യോഗി ബാബു നല്ലൊരു എന്റർടൈനർ ആയിരിക്കും. അതെ, ഇത് യോഗി ബാബു സാധാരണ നമ്മൾ കണ്ടത് കോമഡി റോളുകളൊക്കെ ആണെങ്കിലും ഇതിൽ കുറച്ച് സീരിയസ് ആണ്. കുറച്ച് തമാശയൊക്കെ പറയുന്നുണ്ടെങ്കിലും സീരിയസ് ആയ ക്യാരക്ടറാണ്. ഇത് തമിഴാണോ? തമിഴാണ്. പക്കാ തമിഴ്. അപ്പൊ തമിഴ് വില്ലനായിട്ടാണ് അഭിനയിച്ചത് അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നമ്മള് കേരളത്തിൽ നിന്ന് പോയിട്ട് തമിഴ് നന്നായിട്ട് മാറട്ടെ. തമിഴ് വലിയ പ്രൊഡ്യൂസർ ആവട്ടെ. മുമ്പോട്ടുള്ള ഈ സിനിമ വലിയ വിജയമാവട്ടെ. കാരണം നമ്മളെപ്പോലത്തെ പ്രൊഡ്യൂസേഴ്സ് ഒക്കെ വലിയ വിജയമായിട്ട് സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ പുതിയ പുതിയ ഡയറക്ടേഴ്സിനും നമ്മളെപ്പോലുള്ള പ്രൊഡക്ഷൻ ടീമിനും ഒക്കെ അല്ലെ മുമ്പോട്ട് കലാകാരന്മാർക്ക് വളർന്നു വരാൻ പറ്റും. തീർച്ചയായും വലിയൊരു വിജയമായിട്ട്. തീർച്ചയായിട്ടും പടം വലിയൊരു വിജയമായിട്ട്. എന്തൊക്കെയാണ് ഇപ്പൊ ആ പടത്തിന്റെ ബാക്കിയുള്ള അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ടും? പടം ഈ ഫെബ്രുവരിയിൽ റിലീസാണ്. ഫെബ്രുവരി 3rd വീക്ക് ആയിരിക്കും മിക്കവാറും. ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. ഫെബ്രുവരി ഉണ്ടാവും എന്തായാലും. മിസ്റ്ററി ത്രില്ലറാണ്. യോഗി ബാബുവിന്റെ ഒരു അടുത്ത സ്റ്റെപ്പ് എന്നൊക്കെ പറയാം. അതുവരെ ചെയ്യാത്ത യോഗി ബാബു. മണ്ഡലല്ലേ, മണ്ഡലന്റെ ശേഷം കുറച്ചും കൂടി ഒരു യോഗി ബാബു ഹീറോയിലേക്ക് വരുന്ന ഒരു സ്റ്റെപ്പ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇതിന്റെ ഡയറക്ടറുടെ പേര് വിനീഷ് മില്ലേനിയം. വിനീഷ് മില്ലേനിയം പിന്നെ മുമ്പ് കല്ലായഫും ചെയ്തിരുന്നു. ശ്രീനിവാസന് പിന്നെ ശ്രീനാഥ് ബാസിയൊക്കെ വെച്ചിട്ട് പടം ചെയ്തു. അതിന്റെ ഡയറക്ടറിന്റെ സെക്കൻഡ് മൂവിയാണ്. വിനീഷ് മില്ലേനിയം തന്നെ ഫസ്റ്റ് ഒരു തമിഴ് പടം ചെയ്ത് തീക്കുളിക്കും പച്ചമരം. അതില് യോഗി ബാബു ഫസ്റ്റ് ടൈമാണ് അഭിനയിക്കുന്നത്. 1-2 പടമൊക്കെ അഭിനയിച്ചിട്ടുള്ളൂ. ചെറിയ സാലറിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ വന്നിട്ട് ആ ബന്ധത്തിലാണ് ഈ പടത്തിലേക്ക് ഡേറ്റ് നമ്മൾ കിട്ടുന്നത്. അപ്പം പടത്തിന്റെ വിശേഷങ്ങൾ അങ്ങനെ പോകുന്നു. ഫെബ്രുവരി സമയത്ത് റിലീസിംഗ് സമയത്ത് നമുക്കൊരു ഇന്റർവ്യൂ തരണം. മെമ്പേഴ്സ് വെച്ചാണ് ഇന്റർവ്യൂ എടുക്കുന്നതായിരിക്കും. നമ്മൾ പടത്തിന്റെ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എങ്ങനെ പടത്തിന്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടേ എന്തായാലും ഒരു ഇന്റർവ്യൂ തരണം എന്ന് പറയാം. ഫുൾ ടീമിനെ വെച്ചിട്ട് നമുക്ക് ഇന്റർവ്യൂ എന്തായാലും ചെയ്യണം. അപ്പം ഇനി എന്താണ് മുന്നോട്ടുള്ള നമ്മളെ പ്ലാനുകൾ, കാര്യങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ യാത്ര എന്തൊക്കെയാണ് വിഷയസ്? പിന്നെ എനിക്ക് സിനിമയാണ് ഇപ്പൊ മൂഡ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊറോണ മുന്നേ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ കുറെ ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. കൊറോണ മുന്നേ ഈ സ്പേസ് മാളിൽ തന്നെ 5-8 ഷോപ്പ്, പിന്നെ റീറ്റെയിൽ ഷോപ്പും, അങ്ങനെ കുറെ ജ്വല്ലറി, അങ്ങനെയൊക്കെ പല ബിസിനസ്, കാറിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. അങ്ങനെ പല ബിസിനസ് ഞാൻ ചെയ്തിരുന്നു. ഞാൻ എന്ത് ബിസിനസ് ചെയ്യും. ഈ ബിസിനസ് ഭയങ്കര താല്പര്യം ചെയ്യാൻ. പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ
റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും എന്ത് ബിസിനസ് ആണെങ്കിലും ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കൂ. കുറെ അങ്ങനെ പൊട്ടി ചെയ്തിട്ടുണ്ട്, കുറെ പൈസ അങ്ങനെ തന്നെ. ബിസിനസ് പേടില്ല, ഏത് ബിസിനസ് ചെയ്യാനും ധൈര്യമാണ്. പണം പോവും, ചിലപ്പോൾ നഷ്ടപ്പെടും. ജ്വല്ലറിയിലൊക്കെ കുറെ നഷ്ടമായി, പിന്നെ പല ബിസിനസ്സിലും. അല്ല ഈ ഉറപ്പാണ് ഈ സിനിമ വലിയൊരു വിജയമായിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ നഷ്ടപ്പെട്ട തിരിച്ചു കിട്ടും, വലിയൊരു സിനിമ പ്രൊഡക്ഷൻ. പല ബിസിനസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാല് പല ആളുകളും രാവിലെ മുതൽ പല ആളുകളെ പറ്റിക്കണം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങും. അപ്പൊ അങ്ങനത്തെ ആളുകളിൽ കുടുംബം ശ്രദ്ധിക്കണം, നമ്മൾ പറ്റിക്കപ്പെടും. നിങ്ങൾ പിന്നെ എക്സ്പീരിയൻസ് ആയാലും ഇത്രയും ഫേസ് ചെയ്ത് തന്നോട്ട് നിങ്ങൾക്ക് ആ ഒരു തിരിച്ചറിയേണ്ടത് കുറെ എക്സ്പീരിയൻസ് ആയി പോയി. ഇപ്പം നിങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനടക്കം പുതിയൊരു ബിസിനസ് നിങ്ങൾ പറഞ്ഞല്ലോ, പുതിയ സ്ഥാപനം ആരംഭിച്ചു കുറെ സ്വപ്നമായിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളെ പോലെ ബിസിനസ് ചെയ്ത് ഈ തഴക്കം വന്നുള്ള കോഴിക്കോട് ഭാഷ പറയുന്ന തഴക്കം വന്ന ആൾക്കാർ ചോദിക്കാൻ അറിയും. അപ്പം നിങ്ങളെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് ഇപ്പം ഞങ്ങളെ പോലത്തെ പുതിയ ബിസിനസ്സുകാരുടെ പറയാനുള്ളൊരു കാര്യങ്ങൾ, എങ്ങനെ ബിസിനസ് കൊണ്ടുപോകണം, എങ്ങനെ ബിസിനസ് നോക്കിക്കാണണം എന്നൊക്കെ പറയുകയാണെങ്കിൽ? എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒന്നാമത് വിശ്വാസം. നമ്മൾ ഏതാളുകളെയും നമ്മൾ കണ്ണടിച്ച് അങ്ങോട്ട് വിശ്വസിക്കരുത്. നമ്മളിപ്പോഴും നമ്മളെ ഫുള്ള് വിട്ടുകൊടുക്കാതെയും എല്ലാവരും പൂർണ്ണമായിട്ട് വിശ്വസിക്കാതെ നമ്മളെപ്പോഴും നമ്മളെ സ്റ്റാൻഡ് എപ്പോഴും ക്ലിയർ ചെയ്യണം. ഏത് ബിസിനസ് ആണെങ്കിലും നമ്മളെ സഹായിക്കുന്ന കൂടെയുള്ള ആളുകൾക്ക് ഫുൾ ഐഡിയകളും ഫുള്ള് ചാൻസുകളും കൊടുക്കരുത്. നമുക്കൊരു കടിഞ്ഞാണ് എപ്പോഴും വേണം. പിന്നെ നമ്മൾ പല ബിസിനസ് ചെയ്യുമ്പോൾ ചിലത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ചില ആളുകൾ നമ്മളെ ഏൽപ്പിക്കും. അപ്പം അതിൽ നമുക്ക് പല ദോഷങ്ങളും, ഇവിടെ എന്തെങ്കിലും നഷ്ടപ്പെടും, ലോസ് വരും. അപ്പോൾ കണ്ണെത്തുന്നത് ചെയ്യുക, ഭാര്യ പിടിച്ച് പരക്കമ്പാഞ്ഞ് ചെയ്യണ ഫോക്കസ് ചെയ്ത് ചെയ്യാനല്ലേ. പിന്നെ കൂടെ ആളുകളെ അങ്ങനത്തെ നല്ല ആളുകളൊക്കെ കിട്ടിയാൽ ഒരിക്കലും ഷെയറൊക്കെ കൊടുത്ത് ഓരോ സ്വന്തം ബിസിനസ്സുമായി അങ്ങനെയൊക്കെ കൂട്ടി ഡെവലപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി ജസ്റ്റ് സിനിമ സെറ്റിലെ വിശേഷങ്ങൾ അറിയാം. എവിടെ വെച്ചായിരുന്നു ഷൂട്ടും കാര്യങ്ങളൊക്കെ സിനിമയുടെ? ചെന്നൈയാണ്, പിന്നെ മൂന്നാറും ഉണ്ടായിരുന്നു. അതായത് ഒരു ഗോഡൗണിലൊരു കൊട്ടേഷൻ തരാൻ വേറെ നമ്മളെ നൂറ് എന്ന് പറഞ്ഞ പയ്യ നമ്മളെ ആർട്ടിസ്റ്റ് വേറൊരു ബാല എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മളെ കാണാൻ വേണ്ടി വരാം. അപ്പോൾ ആ വരുന്ന സമയത്തുള്ള ഒരു ഡയലോഗ് ഏണ്ടാ എങ്ക പാക്കുന്നത്, അങ്ങനെ ആ ഒരു അങ്ങനത്തെ ഒരു ഡയലോഗ്. അപ്പോൾ ആ പടം ഒരുമിച്ച് കാണാൻ പോകട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ലൊക്കേഷനിൽ നിങ്ങൾ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ഏതാ? മീൻസ് ഇത്രയും നമ്മളെ സ്വപ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ആ മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ഏതാ? മറക്കാൻ പറ്റാത്ത മൊമെന്റ് കുറെ ഉണ്ട്. പിന്നെ ഒരു വലിയൊരു സ്വപ്നമാണല്ലോ അത്. അതിൽ ഓരോ സന്ദർഭങ്ങളും ആ പടത്തിന്റെ പൂജ തുടക്കം ഒരു മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതിലെ സ്റ്റാർട്ടപ്പ് ചെയ്യണം. അതെ, ഇനി ഇത് തുടങ്ങാൻ കുറെ കടമ്പകളുണ്ടല്ലോ. നമ്മള് യോഗി ബാബുനെ കണ്ട് കഥ പറഞ്ഞ് ഒക്കെ ആയി, ഡേറ്റ് കിട്ടി. ഓനാണ് ഭയങ്കര തിരക്ക്, എല്ലാ പടത്തിലും അഭിനയിക്കുകയാണല്ലോ. നമുക്ക് ഡേറ്റ് കിട്ടണ്ടേ, അതിന് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇത്ര 10 മാസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. ഇതിന് വേണ്ടിയിട്ട് എടുക്കിച്ചെങ്കിൽ പോവും, കാണും. അങ്ങനെ കുറെ കടമ്പകൾ കടന്ന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യണ അന്ന്, പൂജന്റെ അന്ന് ഭയങ്കര മഴ പെയ്ത്. അപ്പം ഷൂട്ട് നിർത്തി വെക്കണം എന്നൊക്കെ പറഞ്ഞു, ഫുള്ള് സെറ്റ് നാളെ തുടങ്ങാന്നൊക്കെ പറഞ്ഞ്. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് എന്തെല്ലാം ചെയ്യാം, ഒരു കോൺഫിഡന്റ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ നിന്ന് ഒരു ശാന്തമായ അന്തരീക്ഷം വന്ന് ഷൂട്ട് തുടങ്ങാനുള്ള എല്ലാ സാഹചര്യങ്ങളായി. അങ്ങനെ ഷൂട്ടൊക്കെ കോൺഫിഡൻസും ധൈര്യം കൊണ്ടാണ് പല സഹായങ്ങൾ നമ്മളെ മേലാണ്. പല പണ്ട് ഒരു വൈകിട്ട് വരെ എല്ലാവരും നിർത്തിയൊക്കെ ഉറപ്പിച്ച ഷൂട്ടൊക്കെ ഉണ്ടായിന്. 2-3 പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വേണ്ട, നമുക്ക് വെയിറ്റ് ചെയ്യുക. നമ്മളെ കറക്റ്റ് സമയമാകുമ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഷൂട്ട് കറക്റ്റ് നടക്കണം. ഇപ്പൊ പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞ് നിൽക്കല്ലേ? പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇപ്പോ ട്രീസർ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ചെന്നൈയിലാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ. അവിടെയും പോകാറുണ്ടാവുന്നത്. ഇപ്പൊ നമ്മൾ ആ സിനിമയിൽ ഫുൾ ടൈം ഇൻവോൾവ് ആയപ്പോൾ ഇവിടുത്തെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വന്ന് പോയായിരുന്നല്ലോ അവിടെ. ചെന്നൈയിൽ എടുക്കൊന്ന് പോയാൽ മതിയല്ലോ, അല്ലാത്ത സമയത്ത് ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ബിസിനസ് ഒക്കെ നമ്മളെ ഷോപ്പിൽ മാനേജർമാരും സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അവർ കൈകാര്യം ചെയ്യും. നമുക്ക് പർച്ചേസ്, പേയ്മെന്റ്, അങ്ങനത്തെ. ഒരു നടനാവാനുള്ള ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുള്ള ഒരു നടനാവാനാണ് ഇപ്പോൾ ഒരു ഏതെങ്കിലും ഒരു നടനെ പറയണെങ്കിൽ ഈ ഒരു നടനെ പോലെ ആവണം എന്നുള്ളത് പറയുന്നത്? എങ്ങനെയുള്ള നടനാവാനാണ്? അങ്ങനെ ഇപ്പൊ പറയുകയാണെങ്കിൽ
പിന്നെ നല്ലൊരു നടനായിട്ട് അറിയപ്പെടുന്നതാണ്. പക്ഷെ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനൊക്കെ കൂടുതൽ ഇഷ്ടം? ചില ആൾക്കാർക്ക് എനിക്ക് വില്ലൻ അല്ലെങ്കിൽ എനിക്ക് വില്ലൻ ചെയ്യാനാണ് ഇഷ്ടം. നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? അപ്പം മമ്മൂക്കി എങ്ങനെയാണ്? മമ്മൂട്ടിയുടെ കൂടെ ഒരു പടത്തിൽ അഭിനയിക്കുന്ന ആഗ്രഹമില്ലേ? ആഗ്രഹമുണ്ട്, വലിയ ആഗ്രഹമുണ്ട്. വലിയ ആഗ്രഹം. ഉറപ്പായിട്ട് ഞാൻ വെറുതെ ഗസ്റ്റ് പറയട്ടെ, ഒരു 4 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കും. ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് നമ്മളെ തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് ഫുൾ ക്രൂ മെമ്പേഴ്സ് ആയിട്ട് ഇരുന്നിട്ട് നമ്മളെ പടത്തിന്റെ ഇന്റർവ്യൂ ഫസ്റ്റ് തരണം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിജയത്തിനൊരു പടം വിജയിച്ചതിൻ്റെ വേറൊരു പ്രോഗ്രാം നമുക്ക് തരണം. തീർച്ചയായും നടക്കും. അപ്പോൾ അതിൻ്റെ ആ ദിവസങ്ങളിൽ ഫുൾ ക്രൂ മെമ്പേഴ്സ് ആയിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം. അപ്പം നമ്മളെ ഓഫീസിൽ വന്ന് നമുക്ക് എന്താ പറയുക, നിങ്ങളെ സാധാരണക്കാരനായി വളർന്നു വന്നിട്ട് ഒന്നുമല്ലാത്ത ആളുകൾ വളർന്നു വന്ന് ഒരു 10-12 പേർക്കോളം ജോലി എടുക്കുന്ന സ്ഥാപനവും, അതുപോലെ തന്നെ ഒരു ഡയറക്ടർ ആവുക എന്ന് പറഞ്ഞ ഒരാളെ ഭയങ്കര സ്വപ്നമുള്ള കാര്യം. ഒരു ഡയറക്ടർക്ക് വേണ്ട സപ്പോർട്ട്, ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുടെ സ്വപ്നമാണല്ലോ. അങ്ങനെയുള്ള സ്വപ്നങ്ങൾ, നിങ്ങളെ സ്വപ്നങ്ങളും അതിൽ കൂടുതൽ ആഗ്രഹം നടത്തി കൂടുതൽ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ട്രാവൽ പറഞ്ഞത് വളരെ സന്തോഷം. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ വളരെ സന്തോഷം. ഇനിയും നിങ്ങൾ ഇന്റർവ്യൂക്ക് വേണം. ഇനി അടുത്ത ഇന്റർവ്യൂ ഞങ്ങൾ എടുക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും 1-2 ഇന്റർവ്യൂ കഴിഞ്ഞ് അടുത്ത ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് നിങ്ങൾ ഒരു നടനായിട്ടുള്ള ആ ഒരു ആക്ടർ സക്കീർക്കാൻ എടുത്തത് സംസാരിക്കാൻ തീർച്ചയായിട്ടും ആവട്ടെ. അങ്ങനെ ആവട്ടെ. താങ്ക് യു സോ മച്ച്. നിങ്ങളും നിങ്ങളെ കമ്പനിയും അതുപോലെ വളരട്ടെ. നിങ്ങൾ നല്ല ഡയറക്ടറൊക്കെ നമ്മളെ കമ്പനി. അതെ. ശരി.